ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോണത് ഗോബി പൊറോട്ട കേട്ടോ. നമ്മുടെ ആലു പൊറോട്ട പോലെ തന്നെ ഗോബി പൊറോട്ട, പക്ഷേ ആലു പൊറോട്ടേക്കാളും ടേസ്റ്റാണ് ഗോബി പൊറോട്ട. നമ്മുടെ കോളിഫ്ലവർ കൊണ്ടുള്ള സ്റ്റഫ്ഡ് പൊറോട്ടയാണ് ഗോബി പൊറോട്ട. അപ്പോൾ ഞാനിവിടെ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ അയമോദകമാണ് ചേർക്കണത്. അത് ഓപ്ഷനിലാണ്, ഇഷ്ടമുള്ള ആൾക്കാർ മാത്രം ചേർത്താൽ മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നമുക്ക് ആട്ട ആദ്യം കുഴച്ച് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ കുഴച്ച് വെക്കാം കേട്ടോ. ആട്ട കുഴയ്ക്കുമ്പോൾ എണ്ണയൊന്നും ചേർക്കേണ്ട കാര്യമില്ല. കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് ആദ്യം ആട്ട കുഴച്ച് വെക്കുകയാണ്. എന്നാൽ ആട്ട ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യുമല്ലോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആട്ട കുഴച്ച് വയ്ക്കാം. അപ്പോൾ ആട്ട ഞാനിവിടെ കുഴച്ച് കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാറാകുമ്പോൾ ഒന്നും കൂടി ഒന്ന് അമർത്തി കുഴച്ചാൽ മതി. ഇപ്പോൾ കോളിഫ്ലവറിൻ്റെ പൊറാട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസ് കോളിഫ്ലവറാണ് എടുത്തേക്കണത്. അതിൻ്റെ ഇതൊക്കെ ഞെട്ടൊക്കെ മുറിച്ച് കളഞ്ഞിട്ട് അതിൻ്റെ ഓരോ പെറ്റൽസും ഓരോ ഇതളുകളും നമ്മൾ വേറെ ആക്കിയെടുക്കണം ആദ്യം. എന്നിട്ട് നന്നായിട്ട് കഴുകിയിട്ട് ഉപ്പുവെള്ളത്തിലിട്ട് കഴുകിയെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ആദ്യം പെറ്റൽസൊക്കെ വേറെ ആക്കി. ഇനി ഒന്ന് കഴുകിയിട്ട് വരട്ടെ. ഇപ്പോൾ ഞാൻ കഴുകി കൊണ്ടുവന്നു. ഇനി നമ്മൾ ഓരോരോ ഇതളുകളും എടുത്ത് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കണം. നല്ലോണം ഉരച്ച് പൊടിയായിട്ട് എടുക്കണം. എന്നാലും പിന്നെ ചപ്പാത്തി അല്ലെങ്കിൽ പൊട്ടിപ്പൂം വലിയ കഷ്ണങ്ങൾ എന്തെങ്കിലും പെട്ട് കഴിഞ്ഞാലേ, അപ്പോൾ നന്നായിട്ട് ഉരച്ചെടുക്കുക. അപ്പോൾ ഞാനിവിടെ പെറ്റൽസ് അതിൻ്റെ ഇതളുകളെല്ലാതും തന്നെ ഉരച്ചെടുത്തു. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം മാറ്റണം. വെള്ളം കളയേണ്ട കാര്യമില്ല, വെള്ളം നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നല്ലോണം പിഴിഞ്ഞെടുക്കുക, നല്ല ഇറുക്ക പിഴിഞ്ഞെടുക്കുക കേട്ടോ. നല്ലോണം ഇറുക്ക പിഴിഞ്ഞെടുത്തിട്ട് അത് അതിൻ്റെ വെള്ളം മാറ്റി വയ്ക്കുക. വേണമെങ്കിൽ നമുക്ക് ആട്ടയുടെ കൂടെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമ്മുടെ കറികളിൽ ഏതെങ്കിലും ഉപയോഗിക്കാം. ഇതുപോലെ എടുക്കുക. ഇനി നമുക്ക് അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ 2 പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 10-12 വെളുത്തുള്ളി നന്നാക്കി വെച്ചിട്ടുണ്ട്. അതൊന്നും നമുക്ക് മിക്സിയിലിട്ട് ചതച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ മിക്സിയിലേക്ക് പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്തു. ഇനി ഒന്ന് അതേ അരയൊന്നും വേണ്ട, ഒന്ന് പൊടിച്ചെടുത്താൽ മതി. ഇവിടെ ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചു. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുത്തു. നമ്മൾ അതിലേക്ക് 1 സ്പൂൺ ജീരകമാണ് ഇട്ട് കൊടുത്തത്. പിന്നെ നമ്മൾ ചതച്ച വെളുത്തുള്ളിയും പച്ചമുളകും കൂടിയിട്ടുള്ളത് ചേർത്ത് കൊടുത്തു. ഇനി ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് ഇഞ്ചി നമുക്ക് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ചേർക്കാം. അപ്പോൾ ഞാൻ ഇഞ്ചിയും കൂടി അതിലേക്ക് തന്നെ ഗ്രേറ്റ് ചെയ്തു. ഇനി നമുക്ക് അത് മൂക്കുന്ന വരെ ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് അതിലേക്ക് ഓരോ പൊടികൾ ചേർക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, അതൊക്കെ എരിവനുസരിച്ച് ചേർക്കുക കേട്ടോ. ഞാൻ പച്ചമുളക് ചേർത്ത കാരണം 1/2 ടീസ്പൂൺ ചേർത്തുള്ളൂ. പിന്നെ മല്ലിപ്പൊടി നല്ലോണം 1 സ്പൂൺ ചേർത്തോളൂ. പിന്നെ 1 സ്പൂൺ ജീരകം വറുത്ത് പൊടിച്ചാണ് ചേർത്തത്. എന്നിട്ട് നന്നായിട്ട് നമ്മൾ ഇളക്കി മൂക്കുന്നവരെ ഇളക്കുക. ഇനി നമുക്ക് അതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നല്ലോണം ഇളക്കി അതിനെ ഗരം മസാലയും കൂടി മൂപ്പിക്കുക. ഇനി നമുക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച കോളിഫ്ലവർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ഈ ഇളക്കുമ്പോൾ അതിൽ ബാക്കിയുണ്ടായിരുന്ന വെള്ളത്തിൻ്റെ അംശം കൂടി പോകുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. അത് തന്നെ വേവിക്കേണ്ട കാര്യമില്ല, നമുക്കൊന്ന് ജസ്റ്റ് ചൂടാക്കി എടുക്കേ വേണ്ടൂ. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം ഉപ്പ് ചേർത്തുണ്ടായിരുന്നു, അപ്പോൾ അത് നോക്കിയിട്ട് വേണം കേട്ടോ ഉപ്പിടാൻ. അപ്പോൾ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ചൂടാക്കി അതിൻ്റെ വെള്ളം ഒന്ന് ഡ്രൈ ആക്കിയിട്ട് നമുക്ക് വാങ്ങിയെടുക്കാം. അപ്പോൾ ഞാൻ വാങ്ങിയെടുത്തു ഒരു പാത്രത്തിലേക്ക്. ഇനി നമുക്ക് നമ്മുടെ സ്റ്റഫ്ഡ് ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനു മുമ്പ് മല്ലിയില ഇരിപ്പുണ്ടെങ്കിൽ കുറച്ച് മല്ലിയില ചേർത്തോളൂ. മല്ലിയില ഇട്ട് കഴിഞ്ഞാൽ ഒന്നും കൂടി സ്വാദുണ്ടാവും. ഞാനിവിടെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ അത് ചേർത്ത് കൊടുത്തു. നമ്മുടെ ആട്ടേനും ഇവിടെ തയ്യാറായിട്ടുണ്ട്. ആട്ട ഒന്നും കൂടെ നമുക്ക് നന്നായിട്ട് കുഴച്ച് കൊടുക്കാം. നന്നായിട്ട് കുഴയ്ക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്, കണ്ടില്ലേ, നല്ലോണം സോഫ്റ്റായി. ഇനി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങാം, പൊറോട്ട ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു പോർഷൻ എടുത്തിട്ട് നല്ലോണം ഉരുട്ടിയെടുക്കുക. 2 കൈയിലും വെച്ചിട്ട് നല്ല ബോളാക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് 2 വിരലും വെച്ചിട്ട് നമുക്ക് നടുവിൽ ഇങ്ങനെ കുഴിയാക്കി എടുക്കണം. ഇങ്ങനെ കുഴിയാക്കി എടുക്കണം. നമ്മൾ അതിൻ്റെയൊക്കെ ഷേപ്പില്ലേ അതുപോലെ 2 തള്ളവിരലും വെച്ചിട്ട് ഇങ്ങനെ ഈ ഷേപ്പിലാക്കി എടുക്കുക. ഇനി നമുക്ക് അതിലേക്ക് സ്റ്റഫിങ് നിറയ്ക്കാം.
നമ്മൾ തയ്യാറാക്കി വെച്ച സ്റ്റഫ് 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റഫിങ് വല്ലാണ്ട് നിറയ്ക്കണ്ട കേട്ടോ, 1-1.5 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ എല്ലാ അറ്റങ്ങളും ഒരുമിച്ച് യോജിപ്പിച്ച് ഒട്ടും നമ്മുടെ കോളിഫ്ലവറിൻ്റെ മസാല പുറത്ത് വരാതിരിക്കാൻ നോക്കുക. എന്നിട്ട് കയ്യിൽ വെച്ച് നല്ലോണം അങ്ങനെ ഷേപ്പാക്കിയതിന് ശേഷം പതുക്കെ നമുക്ക് പൊടിയിൽ മുക്കിയിട്ട് പതുക്കെ നമുക്ക് പരത്തിയെടുക്കണം. എന്നിട്ട് നമുക്ക് ചുട്ടെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഗോബി പൊറോട്ട പതുക്കെ പരത്തിയെടുക്കാൻ നോക്കാം. പതുക്കെ കൈ അധികം അമർത്താതെ പരത്തണം കേട്ടോ. പരത്തി കഴിഞ്ഞാൽ നമ്മുടെ ഗോപിയുടെ സ്റ്റഫിങ്ങൊക്കെ പുറത്ത് വരും. അതുകൊണ്ട് അധികം അമർത്താതെ പരത്തിയെടുക്കുക. നല്ലോണം പരത്തി ഇനി നമുക്ക് ഇത് ചുട്ടെടുക്കാൻ നോക്കാം. ഞാനവിടെ ചട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഗോബി പൊറോട്ട പരത്തി കഴിഞ്ഞു. നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു ഭാഗം മൂത്തു, ഞാനത് മറച്ചിട്ടു. ഇനി നെയ്യ് പുരട്ടി കൊടുക്കാം. മുകളിൽ കൂടെ നെയ്യോ അല്ലെങ്കിൽ റിഫൈൻഡ് ഓയിലോ പരട്ടി കൊടുക്കാം കേട്ടോ. കുട്ടികൾക്കാണെങ്കിൽ നെയ്യ് പരട്ടി കൊടുക്കാം. ഇനി മുകളിൽ കൂടെ കുറച്ചും കൂടി നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ സാധാരണ പൊറോട്ട ഉണ്ടാക്കണ പോലെ തന്നെ നല്ലോണം അമർത്തി ഉള്ളിലത്തെ സ്റ്റഫും എല്ലാം വേവണ പോലെ നല്ലോണം അമർത്തി കൊടുത്തിട്ട് നമുക്ക് നന്നായി വേവിച്ചെടുക്കണം. തീ മീഡിയത്തിൽ സ്റ്റൗ വെച്ചാൽ മതി കേട്ടോ. ഈ സമയത്ത് നമ്മുടെ പൊറോട്ട നല്ലോണം പാകമായിട്ടുണ്ട്, നന്നായി ചുമന്ന് വന്നു. ഇനി നമുക്ക് വാങ്ങിയെടുക്കാം. അപ്പോൾ നമ്മുടെ പൊറോട്ട തയ്യാറായി, നമ്മളത് വാങ്ങിയെടുത്തു. ഇനി നമുക്കത് വിളമ്പാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ തൈരിൻ്റെ കൂടെയാണ് അത് സെർവ് ചെയ്യണത്. അപ്പോൾ തൈരിൽ കുറച്ച് കാലാനമുക്കും കുറച്ച് ജീരകം വറുത്ത് പൊടിച്ചതും ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ചെറുതായിട്ട് റായത്തയായി. പിന്നെ ഒരു അച്ചാറിൻ്റെ കൂടെ നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയണം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കാണുന്ന ബെല്ലൈക്കൻ്റെ ഓപ്ഷൻ ഒന്ന് കൊടുക്കണം. അപ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ കാണും. അത് ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോയുടെ എല്ലാ നോട്ടിഫിക്കേഷൻസും അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ്സ് എഴുതണം. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം കേട്ടോ. താങ്ക് യു.